ഇന്ന് നമ്മൾ പതിവുകളും റുട്ടീനുകളും തെറ്റിച്ച് ജോലി കഴിഞ്ഞ് നേരെ പുറത്തു പോയി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് സ്വന്തമായി ഡ്രൈവ് ചെയ്ത് ജോലിക്ക് പോകുന്നതും വരുന്നതിനേക്കാളും ഇഷ്ടം രാവിലെ ഇങ്ങനെ കൊണ്ടുവിടുന്നതും വിളിക്കാൻ വരുന്നതാണ് കേട്ടോ. പണ്ടൊക്കെ സ്കൂളിൽ ഓട്ടോയ്ക്കും സ്കൂൾ ബസ്സിനും വെയിറ്റ് ചെയ്യുന്ന അതേ സമയങ്ങളിൽ ചിലപ്പോഴൊക്കെ പറയാതെ അച്ഛനും അമ്മയും സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ പെട്ടെന്നൊരു സർപ്രൈസും ഒരു സന്തോഷവും കിട്ടില്ലേ. ഏതാണ്ട് അതുപോലെയൊക്കെയാണ്. അതെന്തോ ആയിക്കോട്ടെ. ഇവിടെ ഇപ്പോൾ ഓട്ടം സീസണിൻ്റെ ഫൈനൽ റൗണ്ടാണ് കേട്ടോ. ഒക്ടോബർ മാസം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ഇലകളും മരങ്ങളും ഒക്കെ ഏകദേശം കരിഞ്ഞ് ഉണങ്ങിയിട്ടുണ്ടാവേ. എനിക്കിഷ്ടമല്ലാത്തൊരു ട്രാൻസിഷൻ കൂടിയാണ് ഈ ഫാൾ വിൻ്റർ ട്രാൻസിഷൻ. ഈ വിൻ്റർ കഴിഞ്ഞ് സ്പ്രിങ്ങിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് എവിടെ നിന്നില്ലാത്തൊരു സന്തോഷവും എനർജിയും ആവേശവും ഒക്കെയാണ്. പക്ഷേ ഈ ഓട്ടത്തിൽ നിന്ന് വിൻ്ററിലേക്കുള്ള ഈ ട്രാൻസിഷൻ എനിക്ക് ഒട്ടും പറ്റത്തില്ല. അത് നമ്മളുടെ ഫിസിക്കലി മെൻ്റലിയും ഉള്ള ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുമെന്ന് വേണമെങ്കിൽ കൂടെ പറയാം. സീസൺ മാറുന്നതിനനുസരിച്ച് മനുഷ്യരുടെ സ്വഭാവം മാറും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? പ്രവാസി ജീവിതത്തിൽ നിന്ന് പഠിച്ച ഗുണപാഠങ്ങളിൽ ഒന്നാണ് കേട്ടോ അതും. നമ്മുടെ ബോഡിയും മൈൻഡും ഒക്കെ ഇവിടുത്തെ കരടിക്കുട്ടന്മാരെ പോലെ തന്നെ ഹൈബർനേറ്റ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണെന്ന് കൂടെ വേണമെങ്കിൽ പറയാം കേട്ടോ. Days are getting actually shorter. It might actually impact on our loss of interest, feel less motivated, feeling always tired, maybe craving for more sugar and carbs. And എന്തിനു പറയുന്നു, മേ ബി അത് നമ്മളുടെ മെൻസ്ട്രൽ സൈക്കിളിനെ തന്നെ ഡിലേ ചെയ്യിക്കാറുണ്ട്, ഇൻക്ലൂഡിങ് മീ. ഇതൊക്കെ ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ കോൾഡ് കൺട്രിയിലേക്ക് വരുന്നതെങ്കിൽ ഇതൊന്നും കണ്ട് പേടിക്കേണ്ട. ഇറ്റ് ജസ്റ്റ് സം സീസണൽ ചേഞ്ച്. എന്തൊക്കെ പറഞ്ഞാലും ഓരോ വർഷവും മഞ്ഞ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ആ സന്തോഷമൊന്നും അധിക ദിവസം നീടില്ല എന്ന് മാത്രം.